പോവണ്ട അപ്പച്ച, പോവണ്ട. പോണം മോളെ, അപ്പച്ചന് സഹിക്കാൻ വയ്യാതായി. എനിക്ക് കൂട്ടുകാരൻ ആരുമില്ല അപ്പച്ച. മോക്കെല്ലാരും ഉണ്ട്, അപ്പച്ചനാ ആരുമില്ലാത്ത. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇയാളെ തുടരുതെന്ന്? മമ്മി അപ്പച്ചനോട് പോവണ്ടെന്ന് പറ മമ്മി. ഇയാളുടെ ശല്യം ഒന്ന് ഒഴിവാക്കി കിട്ടുന്ന നല്ലത്. എന്നാ നോക്കിയേക്കുവാ. അപ്പച്ച പോകല്ലേ അപ്പച്ച. അതെ, മുറ്റത്ത് തുപ്പരുത്, കൊച്ചു കുഞ്ഞുങ്ങളുള്ളതാ. എന്നാ നോക്കിക്കൊണ്ടിരിക്ക, ഒന്ന് പോകാൻ നോക്ക്. എങ്ങോട്ട് പോകും? ഇയാളെന്താ തിരിഞ്ഞു കളിക്കുന്നേ? ഞാൻ എങ്ങോട്ട് പോകണി? അതൊന്നും എനിക്കറിയില്ല. മക്കള് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പച്ച പോകല്ലേ അപ്പച്ച. അപ്പനല്ലേ ഭാഗ്യം. നാശം, ഇറക്കി വെച്ചാലും പോകല. ഇയാളൊന്ന് പോവാൻ നോക്ക്. അങ്ങനെ ഒരു ശല്യം പോയി കിട്ടി. എടാ പോയടാ, ആ മാരണം ഒഴിവായി കിട്ടി. ഓ, സമാധാനമായി. എന്താണ് പതിവില്ലാത്തൊരു സ്നേഹം? ഒന്ന് പോവാപ്പാ. നീ കാര്യം പറയണ. അപ്പാ, ഞാനൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. അപ്പൊ നിന്റെ യൂറോപ്പിൽ പോക്ക് വേണ്ടാന്ന് വെച്ചോ? അതൊന്നും ശരിയാവില്ലപ്പാ. അതെന്ത് പറ്റി? എനിക്ക് ഈ നാടും അപ്പേനും വിട്ടൊന്നും പോകാൻ തോന്നുന്നില്ലപ്പാ. അപ്പേ, ചേട്ടനെ ഇവിടെ കുറെ കമ്പനിക്കാരുണ്ട്. പോടി അവിടുന്ന്. പോടാ അവിടുന്ന്. രണ്ടുപേരും ഒന്ന് നിർത്തിക്ക്. എന്നിട്ട് നീ എന്നാ പറഞ്ഞു വന്നേ? അപ്പാ, ടൗണിൽ ഒരു മൊബൈൽ ഷോപ്പ് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ അതെങ്ങനെ ഏറ്റെടുത്ത് നടത്തിയാലോ എന്ന് ആലോചിക്കുക. എന്നിട്ട് വേണം അപ്പേ കൂട്ടുകാരെല്ലാം കൂടെ കൂടി കൂതറ കളിക്കാനായിട്ട്. അപ്പാ, ഇവളോടൊന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞേ. നീ ഒന്നും മിണ്ടാതിരിക്കു വച്ചേ. നീ പറയണ. ഞാനത് എടുത്താലോ? നല്ല കാര്യം, നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. ഒരു പ്രവാസിയായി അപ്പ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു പ്രവാസിയുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ. അപ്പേ, ഒരു 10 ലക്ഷം എങ്കിലും വേണം. അതിനെന്താ, നീ മേടിച്ചോ? അപ്പേ, എൻ്റെ അടുത്ത് പൈസ ഇല്ല. പിന്നെ എങ്ങനെയാടാ? അപ്പം സഹായിക്കണം. ബെസ്റ്റ്. അപ്പ പൈസയും പോയി. അപ്പേ, അവളോട് മിണ്ടായിരിക്കാൻ പറഞ്ഞേ. മോളെ, നമുക്ക് ശരിയാക്കടാ. അപ്പൊ ഞാൻ പുറത്തു പോയിട്ട് വരാം. കൂട്ടുകാരോടെ കറങ്ങാൻ പോവായിരിക്കും. നീ പോടി അവിടെ. അപ്പേ, പോത്ത് പോലെ വളർന്നു, എന്നിട്ട് രണ്ടിനെ കുഞ്ഞിക്കളി മാറിയിട്ടില്ല. ഇവളല്ലേ അപ്പേ? ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല. അവരുടെ ഈ അണക്കവും പിണക്കവും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ ഈ വീട് ഉറങ്ങിപ്പോകുകയല്ലേ. എന്നുവെച്ച് കൊച്ചു കുഞ്ഞുങ്ങളെന്ന രണ്ടെണ്ണത്തിന്റെ വിചാരം. അതെ, മണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണ്ടേ? ശരിയാ, അവനൊരു വീടൊക്കെ വേണ്ടല്ലേ? അവന്റെ കയ്യിലേ നീക്കിയിരിപ്പൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നേ. നമുക്ക് നോക്കാം. ഞാൻ ചോദിക്കാൻ മറന്നു, എന്നാ തിരിച്ചു പോകുന്നേ? ഞാൻ തിരിച്ചു പോവാൻ അത്രയ്ക്ക് തിരക്കായോ? അതല്ല, എന്നാലും അങ്ങനെയാണല്ലോ. എല്ലാ പ്രവാസികളോടും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്നാ തിരിച്ചു പോകുന്നതെന്ന്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. 30 വർഷമായി
ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ജോലി മതിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. അയ്യോ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ചേട്ടായി, അപ്പൻ ഇനി പോകുന്നില്ല എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഞാൻ ഞെട്ടിപ്പോയടി. അപ്പം പോയിരുന്ന പിന്നെ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുക? അത് എന്നോടാണ് ചോദിക്കണ്ടേ? അപ്പനോട് ചോദിക്കേ. ചോദിക്കണം, ചോദിക്കാതിരുന്നാ പറ്റുമോ? എടി, നീ ഒരു കട്ടൻ ചായ കൊണ്ടുവന്നേ. നിങ്ങൾക്ക് എപ്പോഴും ഈ തീറ്റയും കുടിയുടെയും വിചാരമുള്ളോ? എനിക്കല്ല, അപ്പനാ. നിനക്കറിയാലോ അപ്പന് കട്ടൻ ചായ ജീവനാന്ന്. ഓ, ചായ കൊടുത്ത് സോപ്പിടാനാ അല്ലേ? നീ നോയിക്കോ, ഞാൻ ഇന്നൊരു കലക്ക് കലക്കും. കലയ്ക്കാൻ നിങ്ങൾക്ക് കൊള്ളാം. അപ്പച്ചൻ ഇനി പോകണ്ട. പോകാതെ പറ്റിയല്ലോടാ കുട്ടാ. കൊറേ കാലമായല്ലേ അപ്പച്ചൻ പോന്നു, ഇനി പപ്പ പോട്ടെ. അപ്പച്ചോ, അപ്പച്ചനാളെ ക്ഷീണിച്ചു പോയല്ലോ. അപ്പച്ച ഷോപ്പിംഗ് ആണേ. നീ ഒന്ന് പോലെയായിരുന്നു. എന്റെ കൂട്ടുകാർക്കെല്ലാം ബൈക്കുണ്ട്. നിനക്കതിന് 18 വയസ്സായോടാ. ലൈസൻസ് കിട്ടുമ്പോഴത്തേക്കും പഠിച്ചിരിക്കാലോ. നമുക്ക് പരിഗണിക്കാടാ. അല്ല അപ്പച്ചൻ. എന്റെ മോളൂട്ടിക്ക് എന്തെങ്കിലും വേണ്ടോടാ? എനിക്കൊന്നും വേണ്ട അപ്പച്ച. അയ്യടാ. അപ്പച്ചാ, നല്ല സൂപ്പർ ചായ. നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത്? ഏയ്, ഒന്നുമില്ല അപ്പച്ചാ. ഞാൻ അപ്പച്ചന് ചായ ഇഷ്ടമായതുകൊണ്ട്. അതല്ല അപ്പച്ച, ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പച്ചന് അതൊന്നും ഒന്ന് കാണണം. 45 ലക്ഷം രൂപയുള്ളൂ. നല്ല സൗകര്യമുള്ള വീടാ. നിനക്ക് ഇഷ്ടമായെങ്കിൽ നമുക്കതങ്ങ് മേടിച്ചേക്കാം. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചന് സന്തോഷമാകുമെന്ന്. എൻ്റെ മക്കൾ നന്നാവണമെന്നാ എൻ്റെ ആഗ്രഹം. അപ്പോൾ നാളെ അഡ്വാൻസ് കൊടുക്കണം. നാളെ നല്ല ദിവസമാണ്, മോൻ കൊടുത്തോ? എൻ്റെ കയ്യിലൊന്നുമില്ല അപ്പച്ച. ബിസിനസ് പൊട്ടിയോടുകൂടി ഞാൻ പാപ്പരാം. അപ്പച്ചൻ സഹായിക്കണം. നമുക്ക് നോക്കാം. ഞാൻ തിരിച്ചു പോവുകടി. നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പിടിക്കുന്നില്ലായിരിക്കും അല്ലേ? അതല്ലടി, ജസ്റ്റിന് ബിസിനസ് തുടങ്ങണം, മണിക്ക് വീട് മേടിക്കണം, ദിവ്യയെ കെട്ടിക്കണം. ഇതിനെല്ലാം ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകുകയില്ല. അത് ശരിയാ. മക്കളുടെ കാര്യം മാതാപിതാക്കളല്ലേ നോക്കേണ്ടത്. അപ്പം നമ്മൾ എന്നാടി ഒന്ന് ജീവിക്കുക? മാതാപിതാക്കൾ ജീവിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയാ. അതും ശരിയാ. എന്താ ചുമക്കുന്നേ? എന്താണെന്നറിയത്തില്ല, കുറച്ചായി തുടങ്ങിയിട്ട് നെഞ്ചിലൊരു വേദനയുണ്ട്. അല്ല, ഗ്യാസിന്റെ ആയിരിക്കും. ഞാൻ കുറച്ച് ജീരകവെള്ളം ഉണ്ടായിക്കൊണ്ട് ഇതെന്നാടി വെച്ചേ? ഇത് അപ്പച്ചന് ഇഷ്ടപ്പെട്ട മാങ്ങാച്ചാറാ. കൊള്ളാലോ. എത്ര വേഗമാ 2 മാസം കഴിഞ്ഞു പോയത് അല്ലേ? ശരിയാ. അപ്പച്ചൻ ഈ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ വന്ന് നിന്നൂടെ? അപ്പം വിട്ട് പോരുവോ? ഗൾഫിൽ നല്ല സുഖമല്ലേ? അതെ, സമയം പോവും. ഇറങ്ങാൻ നോക്ക്. അപ്പച്ച, വീടിന് 1 വർഷത്തെ അവധിയേ ഉള്ളൂ. അതൊക്കെ അപ്പച്ചനറിയാം. അപ്പച്ചാ, എനിക്കൊരു iPhone 17 Pro മേടിച്ചു തരണേ. അതൊന്നും നിന്റെ കടയിലില്ലടാ. എൻ്റെ കടയിലുണ്ട്, പക്ഷേ ഗൾഫിലെ ഒറിജിനലാ. അല്ലേ അപ്പേ? മോക്കൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അപ്പച്ചൻ വേഗം വന്നാൽ മതി. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ മക്കളെ കുറിച്ച് സഹിച്ചില്ലേ പറ്റൂ. വേഗം ഇറങ്ങാൻ നോക്ക്.
അമ്മേ എന്താണേ ഒന്നിങ്ങ് വന്നേ. എന്നെ പറ്റി? ഇതെന്താ സംഭവിച്ചേ? ഒന്നുമില്ലടി, ഒരു വല്ലായ്മ, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് പോന്ന. നിർത്തിപ്പോന്നതായിരിക്കുമോ? അങ്ങനെയൊന്നും ആയിരിക്കല. അപ്പൊ മരുന്നൊന്നും മേടിച്ചില്ലേ? മരുന്നൊക്കെ കഴിച്ചു കുഞ്ഞെ, പക്ഷെ ഒരു കുറവൊന്നും കാണുന്നില്ല. ഇതിനൊക്കെ നാടൻ പ്രയോഗമാണ് നല്ലത്. ഞാനൊരു മരുന്നുണ്ടാക്കി തരാം. അപ്പച്ചൻ റെസ്റ്റ് എടുക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എടി അപ്പച്ചൻ വന്നു. ആ വന്നു. എന്താ അസുഖാന്നാ പറഞ്ഞേ? അയ്യോ, നിർത്തിയെങ്ങാനും പോകുന്നതാണോ? അല്ലെന്നാ തോന്നുന്നേ. ലീവായിരിക്കും. നാളെ കോട്ടക്കലൊന്ന് കൊണ്ടുപോകാം. ശരിയാ, എത്രയും പെട്ടെന്ന് അസുഖം മാറിയില്ലെങ്കിൽ. അതെ അതെ. അപ്പച്ച എന്തു പറ്റി? ഒന്നുമില്ലടാ. അനുചേച്ചി വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. അപ്പച്ചനൊന്നും ഇല്ലടാ, മോൻ പേടിക്കണ്ട. അപ്പേ, നീയും വന്നോ? അപ്പയ്ക്ക് വയ്യെന്നറിയാം, ഞാൻ വരണ്ടേ? എനിക്കൊന്നും ഇല്ലടാ, നീ കടയിലോട്ട് പോകാൻ നോക്ക്. നമുക്ക് നാളെ മെഡിക്കൽ കോളേജിൽ പോവാം. എൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട് അവിടെ. മരുന്നെല്ലാം ഉണ്ടടാ, നീ പോകാൻ നോക്ക്. എന്നാ അപ്പം റെസ്റ്റ് എടുക്കുക, ഞാൻ പോയിട്ട് വരാം. എടാ ഞാനും വരുന്നു. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവുക. കൂടുതൽ സസ്പെൻസ് ഇടാതെ കാര്യം പറ. ഞാൻ നിർത്തി പോവുക, ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചു. ഈ ചായ കാണുന്നത് എനിക്കിപ്പോ കലിപ്പാ. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. അയാളെല്ലാം നശിപ്പിച്ചു. ഇനി എങ്ങനെയാ വീട് നമ്മൾ വാങ്ങിക്കും? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അയാളുടെ കയ്യിൽ ഇനി വല്ലതും ബാക്കിയുണ്ടോ? എവിടെ ഉണ്ടാകാനാ, ധാരാളിയായിരുന്നില്ലേ. അമ്മ എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചില്ല, അമ്മയും പെട്ടിരിക്കല്ലേ. മോളെ, എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാമോ? സൗകര്യമില്ല. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അവളെ എങ്ങനെ പറയണം? ഞങ്ങളെ സ്വപ്നങ്ങളൊക്കെ തകർത്തിട്ട് അങ്ങോട്ട് പറയിപ്പിക്കണ്ട. എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ മക്കളെ. ഇയാളൊന്ന് പൊയ്ക്കോ അവിടുന്ന്. തന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോനെ, ഈ മാരണത്തെ എവിടെയെങ്കിലും കൊണ്ട് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നത്. ചേട്ടാ, തന്തപ്പടിക്ക് ക്ഷയവാ. നിന്നോടാരാ പറഞ്ഞു? എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ലക്ഷണമൊക്കെ അതിൻ്റേതാണെന്ന്. അയ്യോ, എന്നാ പേടിക്കണം. ക്ഷയം പകരുന്ന രോഗമാ. പിള്ളേരെ ഒന്നും അടുപ്പിക്കണ്ട. കൊച്ചാണെങ്കിൽ ഏത് നേരം അയാളുടെ കൂടെയാ. അപ്പച്ച ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാ. അപ്പച്ചനെ തിരിച്ചു പോകുന്നില്ലല്ലോ. അപ്പച്ചെന്നി പോകുന്നില്ല മക്കളെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇയാളുടെ കൂടെ ഇരുന്ന് കളിക്കുന്നെന്ന്? മോളെ, അതിനെന്താ? താനൊന്നും പറയണ്ട, ഓരോന്ന് വരുത്തി വെച്ചിട്ട്. ഇത് ചെറിയൊരു അസുഖമാ. കൺസ്ട്രക്ഷൻ ഫീൽഡിലല്ലായിരുന്നോ, അവിടുന്ന് കിട്ടിയതാ. എടോ, തനിക്ക് ക്ഷയമാ, അത് പകരുന്നതാ. അല്ല മോളെ, ക്ഷയരോഗവും ചികിത്സിച്ചാ മാറുന്നതാ. താൻ എന്താ പൊട്ടനാണോ? തനിക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ? മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണോടോ? ശല്യം. ഇങ്ങോട്ട് നോക്ക്, നോക്ക്. പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകരുത്. ആ രാജാ, എന്നോട് വിശേഷം? നീ വല്ലടാ ക്ഷീണിച്ചു പോകാനോ? വയ്യണ്ടായടോ.
എന്തു പറ്റി? ഈ ചുമ അങ്ങോട്ട് മാറുന്നില്ല. എന്നാൽ പിന്നെ നല്ല നല്ല ഡോക്ടർമാരെ കാണിച്ചുകൂടെ? അവിടുത്തെ മരുന്നുണ്ട്, ഈ പൊടിയുടെ അലർജിയാ. ആ കൺസെഷൻ ഫീൽഡിലല്ലായിരുന്നോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എവരെല്ലാം ഗൾഫിൽ തീർന്നു. ഇനിയിപ്പോൾ നാട്ടിൽ. ഗൾഫുകാരുടെ എല്ലാ അനുഭവം ഇത് തന്നെയാണ്. നീ ഇനി തിരിച്ചു പോകുന്നുണ്ടോ? പോകാതിരിക്കാൻ പറ്റുമോ? അത് ശരിയാ, പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇടവേ നിനക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് റിട്ടയർമെന്റ് ഇങ്ങനെ അടിച്ചു പൊളിക്കുമല്ലേ. അപ്പേ ഞാൻ ഇറങ്ങുകയാണേ. ആ മോ പോയിട്ട് വാ. അപ്പയുടെ പതിവ് കിട്ടിയില്ല. നീ എന്നെ കൊച്ചുകുട്ടിയാണോ? നിനക്കെന്നെ പറഞ്ഞാൽ മനസ്സിലാവല്ലേ? അപ്പേ ഞാൻ അടുത്ത ആഴ്ച വരാം. സൈച്ചായ അപ്പയോട് പറഞ്ഞാൽ കേൾക്കുകയില്ല, അതുകൊണ്ടാ. നല്ലൊരു ഡോക്ടറെ കാണാൻ പറ അപ്പയോട്. അത് ഞാൻ സെറ്റാക്കാം മോളെ. ആ അജി, നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? ഇപ്പൊ കെട്ടിയോൻ കൂടെ ഇല്ലേ? സജി എന്നാ പോന്നേ? ആ 1 മാസത്തെ ലീവ് ഉണ്ട്. അങ്ങനെയാ കുടുംബം നോക്കുന്നവര്. നീ എന്താടി അങ്ങനെ പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഓരോന്ന് വരുത്തി വെച്ചിട്ട്. എന്ത് വരുത്തി വെച്ചെന്ന്? ഈ കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടവനാ ഞാൻ. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഗൾഫുകാർ അവിടെ ഭയങ്കരമായിട്ട് അങ്ങ് സൂഹിക്കുകയാണ്. ഇവിടുത്തെ 3 ഇരട്ടി ചൂടാ അവിടെ. ചിലപ്പോൾ തളർന്നു വീഴും, തിരിച്ചു പോരാൻ തോന്നും, പോരില്ല. അതെന്താണെന്നറിയാവോ? നമ്മളെ പ്രതീക്ഷിച്ചൊരു കുടുംബം നാട്ടിലുണ്ട്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, പിന്നെ വീടിൻ്റെ ബാധ്യത. അതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ? അത് ശരിയാ. എന്നും കഷ്ടപ്പെടാൻ ഞങ്ങൾ മാത്രമുണ്ടല്ലോ. സജി 1 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകൂലോ. ഇവിടെ അങ്ങനെയല്ലല്ലോ. സാരമില്ലടോ, നമ്മളൊക്കെ വെറും പൊന്മുട്ടിനും താറാവുകളാണ്. വരവ് നിന്നാൽ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഈ കുടുംബത്തിന് വേണ്ടി എൻ്റെ യൗവനം മുഴുവൻ ഹോമിച്ചവനാ ഞാൻ. ഇപ്പോൾ ഒരു കൊടിച്ചുപട്ടിയുടെ വില പോലും ഇല്ല. സാരമില്ലടോ, ഇത് നമ്മൾ സഹിച്ചല്ലേ മതിയാവും. അയ്യോ, ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് തന്നേക്ക്. അങ്ങനെ കുടിക്കണ്ട, പഞ്ചസാരക്കൊക്കെ നല്ല വിലയാ. മക്കളെ എന്നെ കൂടെ കൂട്ടാ അവിടെ കളിക്കാൻ. മോളെടുത്തോണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇയാളുടെ കൂടെ കിടന്ന് കളിക്കരുതെന്ന്? അവരെ വഴക്ക് പറയണ്ട. എന്റെ മക്കൾ എന്നാ പറയണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്മ എന്താ അമ്മ പറയുന്നേ? എടാ ഇയാൾക്ക് ക്ഷയമാ, പകരുന്ന അസുഖം അത്. മോളെ ഇത് ക്ഷയവും പകരുന്നൊന്നും അല്ല, പൊടി അടിച്ചതിൻ്റെ അലർജിയാ. മോളെ നീ പൊക്കോ, ഞങ്ങൾ കളിക്കട്ടെ ഇച്ചിരി നേരം. മോനെ നീ ബോൾ എടുത്തേ. തനിക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ലോ. എന്നതാണ് ഇവിടെ കിടന്ന് വെള്ളം വെക്കുന്നത്? രോഗിയാന്നുള്ള വിചാരം വേണ്ട ഇയാൾക്ക്. അപ്പന് തന്നെ ഭാവിച്ചാ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി ഈ രോഗം കൊടുത്താലേ തനിക്ക് സമാധാനാവൂ. മോനെ ഇത് പകരുന്നൊന്നും അല്ലടാ. താനെന്താ ഡോക്ടറാണോ? ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ടോണം. ഇനി ഈ വീടിന്റെ പുറത്തേക്കാൻ തന്നെ കണ്ട അപ്പൊ പറയാൻ. അതെ അപ്പാ, എനിക്ക് കുറച്ച് പൈസ വേണം. എൻ്റെ കയ്യിൽ എവിടുന്നാ? ഉള്ളതെല്ലാം ഞാൻ നിനക്ക് തന്നില്ലേ? താൻ എന്തിനാ തന്തയാന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നേ? ഒരു ഉപകാരവും ഇല്ലാതെ. തന്നെ കൊണ്ടൊക്കെ പിന്നെ എന്നാത്തിന് കൊള്ളാം? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ കൊച്ചിനോട് ഈ രോഗിയാക്കാനാണോ തന്റെ തീരുമാനം? തനിക്കൊന്ന് പൊയ്ക്കൂടെ? എന്തിനാ ഇങ്ങനെ കടിച്ചു തൂക്കി കിടക്കുന്നത്?
ഞാൻ എവിടെ പോവാനാ മക്കളെ? രാജേട്ടാ കുറച്ച് നാൾ മാറി നിൽക്കുന്നത് നല്ലത്. എല്ലാവർക്കും പേടിയുണ്ട്. എടി, അതിന് പകരുന്ന അസുഖമൊന്നും അല്ല. മണി അപ്പനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്ക്. ഡോ, സാരമില്ലടോ. ഡോ, തന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. തന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല. അതൊന്നും സാരമില്ല. ഒക്കോ ഒക്കോ. എന്താ അപ്പേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ, ഇനി ഒരാഴ്ചയും കൂടെ ലീവുള്ളൂ. അപ്പം ഗൾഫ് വിട്, നമുക്കിവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന്. അതൊന്നും പെട്ടെന്ന് നടക്കരുത്. അപ്പനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പനുണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. എന്ത് പറ്റിയടാ? നിനക്ക് വല്ല വിഷമമുണ്ടോ? അത് പിന്നെ ബിസിനസ്സിൽ ചെറിയൊരു പ്രശ്നം. എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പനില്ലടാ നിന്റെ കൂടെ. അപ്പനാ എൻ്റെ ഭാഗ്യം. എടാ, ഇന്നത്തെ സാധനം പൊളിയ, നല്ല തരിപ്പുണ്ട്. ദിനചേട്ടനടയിലെ സാധനമല്ലേ, പൊളിയായിരിക്കും. നീ എന്താ ഇരിക്കുന്നത്? ഇത് പോടായിരുന്നു. നീ അത്ര കയറോ? തന്തയാണോ ഞാവൂല. നീ എത്ര കയറാ? വെറുതെ എന്നോട് ചോരേ നിൽക്കണം. നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല. രാപ്പകൽ നിനക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, അത് ഓർത്തോണ. തനിക്ക് കൊള്ളാതെ അപ്പൻ അതിനെ ഇറക്കി വിടുമ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. അനിതേ, നമ്മുടെ മോനം തടി ഇങ്ങനെ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, നിങ്ങളത് മനസ്സിലൊന്നും വെക്കണ്ട. ഞാൻ അവൻ്റെ അപ്പനല്ലേടി. നിങ്ങളൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. എങ്ങനെ സമാധാനിക്കും? ഞാൻ എൻ്റെ അപ്പനോട് ചെയ്ത വെച്ച് നോക്കുമ്പോൾ ഇത്രയൊന്നും കിട്ടിയാൽ പോരാ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എൻ്റെ അപ്പനോട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി അല്ലേ? അപ്പനെ നമുക്കൊന്ന് പോയി കണ്ടാലോ? എവിടെയാ എവിടെയാ എൻ്റെ അപ്പൻ? ആരോടൊന്ന് ചോദിക്കുക. സഹിച്ചാൻ അറിയായിരിക്കും. നമുക്കൊന്ന് അന്വേഷിച്ചാലോ? ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. മനസ്സെല്ലാം കൈവിട്ടുപോയി. വിഷമിക്കാതെ കിടക്ക്.
മോനെ വല്ലാതെ വിശക്കുന്നടാ. എനിക്കെന്തെങ്കിലും തരാമോ? നിങ്ങളില്ലാതെ അപ്പന് പറ്റുന്നില്ലടാ. അപ്പ എന്നോട് പൊറുക്കപ്പ. എന്താ എന്താ പറ്റിയേ? അപ്പൻ എന്താ? എനിക്കെന്റെ അപ്പനെ കാണും. രാവിലെ നമ്മൾ കാണാന്ന് പറഞ്ഞതല്ലേ? ഹലോ സൈച്ചായ, അപ്പൻ എവിടെയാ ഉള്ളത്? ആ, നിങ്ങൾ ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിക്ക്? എനിക്കെന്റെ അപ്പനെ കാണണം. അപ്പ അവരോട് ക്ഷേമിച്ചെങ്കിലും പറയും.